Good morning, dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, സിംപ്ലി നമ്മുടെ ഹാർട്ടിന്റെ സർക്കുലേഷനും ഒക്കെ പഠിപ്പിക്കുന്ന ചാപ്റ്റർ ആണ്. ആദ്യം വരുന്നത് നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഫ്ലൂയിഡ് ആണ് ബ്ലഡ്. ഈസ് ദി മൊബൈൽ ഫ്ലൂയിഡ്, കണക്റ്റീവ് ടിഷ്യൂ കമ്പോസ്ഡ് ഓഫ് എ ഫ്ലൂയിഡ്, ദ പ്ലാസ്മ ആൻഡ് ദ സെൽസ് ആൻഡ് ദ റെഡ് ബ്ലഡ് corpuscles. Plasma is slightly alkaline, non-living intercellular substance which constitute 60% part of the blood ആണ്. പ്ലാസ്മയുടെ അകത്ത് പ്ലാസ്മ പ്രോട്ടീൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 7 to 8% പാർട്ട് ഓഫ് ദ പ്ലാസ്മ. ഈ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആൽബുമിൻ, ഗ്ലോബുലിൻ, പ്രോത്രോംബിൻ ആൻഡ് ഫൈബ്രിനോജൻ ആണ്. ഈ പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഈസ് കാൾഡ് സെറം. ഇനി എരിത്രോസൈറ്റ്, ലൂക്കോസൈറ്റ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ കളക്റ്റീവ്ലി കാൾഡ് ദി formed elements. Erythrocytes or the red blood cells have red colored iron containing complex protein called hemoglobin. Leukocytes also known as the white blood cells, WBC, അതെന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. അവർ രണ്ട് ടൈപ്പ് ആണ്. ഗ്രാനുലോസൈറ്റ്സ്, they include neutrophil, eosinophil, basophil. Agranulocytes, they include lymphocyte, monocyte. Neutrophils are the most abundant cells. 60 to 60% ബ്ലഡിലുള്ള ഫോംഡ് എലമെന്റ്സ് ആരാ? ന്യൂട്രോഫിൽസ് ആണ്. Neutrophils and monocytes are phagocytic cells which destroy the foreign organisms entering the body. Basophils 0.0 to 1% basophils are. They secrete histamine, serotonin, heparin, etc. and are involved in inflammatory. നമ്മുടെ കാലിലൊക്കെ നീര് ഒട്ടുണ്ടാക്കി നീരില് മറ്റണുക്കളെ കൊല്ലുന്ന പരിപാടിയാണ് ബേസോഫിൽസ്. They secrete histamine, serotonin, heparin and are involved in inflammatory reactions. Eosinophils resist infections and are associated with the allergic reactions. The lymphocytes are of two major types, B and T forms. B lymphocytes, T lymphocytes, and they are responsible for the immune responses of the body. The platelets are also called thrombocytes. Platelets are also called thrombocytes. Landsteiner reported the ABO blood groups first time in human beings, which are determined by the gene 1, isoglutine, and 3 alleles ഉണ്ട്, IA, IB and IO. അതിൽ കണ്ടോ, ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന് വെച്ചാൽ അതിന്റെ ജീനോടൈപ്പ് IA or IO ആയിരിക്കും. ആ ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് ആന്റിജൻ ഓൺ ദ RBC എ ആണ്. ആന്റിബോഡി ഓൺ ദ ബ്ലഡ് പ്ലാസ്മ എന്തായിരിക്കും? ബി ആയിരിക്കും. ക്യാൻ ഗീവ് ബ്ലഡ് ടു എ ഗ്രൂപ്പുകാർക്ക് എക്കാർക്കും കൊടുക്കാം, AB കാർക്കും കൊടുക്കാം. ക്യാൻ ഗെറ്റ് ബ്ലഡ് ഫ്രം എക്കാർക്ക് എക്കാരിൽ നിന്നും മേടിക്കാം, ഓക്കാരിൽ നിന്നും മേടിക്കാം. ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അതിന്റെ ജീനോടൈപ്പ് IB ഓർ IBIO എന്ന് പറയും. ആന്റിജൻസ് ഓൺ RBC ബി വരും, ആന്റിബോഡീസ് ഇൻ ബ്ലഡ് പ്ലാസ്മ എ വരും. Can give blood to B and AB. Can get blood from B, O. AB blood group എന്ന് വെച്ചാൽ IA, IB ആണ് ഇതിന്റെ ജീനോടൈപ്പ്. ആന്റിജൻ ഓൺ ബ്ലഡ് കോർപ്പസിൽ AB ആണ്. ആന്റിബോഡീസ് ഇല്ല, ആലോചിച്ചോളണം. ആന്റിബോഡീസ് പ്ലാസ്മയിൽ ഇല്ലാത്തൊരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB. There is no antibodies in blood plasma of the blood group AB. They can give blood only to ആർക്കാണ്? AB. They can get blood from all groups. Okay. ഈ O ഗ്രൂപ്പിൽ IO ആണ് ജീനോടൈപ്പ്. ആന്റിജൻസ് ഓൺ റെഡ് ബ്ലഡ് സെൽസ് ആണ്. ആന്റിബോഡീസ് ഇൻ ബ്ലഡ് പ്ലാസ്മ A, B ആണ്. ക്യാൻ ഗീവ് ബ്ലഡ് ടു ആൾ, ക്യാൻ ഗെറ്റ് ബ്ലഡ് ഫ്രം O. ഇനി നിങ്ങൾക്കറിയാം RH, നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയുന്ന RH ആന്റിജൻ ആണ്, ഓർ ദ റീസസ് ആന്റിജൻ. അതിന്റെ ബേസിസിൽ വലിയൊരു വലിയൊരു കണ്ടീഷൻ ഉണ്ട്, എരിത്രോബ്ലാസ്റ്റോസ് ഫീറ്റാലിസ്. കണ്ടീഷനെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ടൊന്നും അറിയണ്ട. അതൊരു റീസസ് പോസിറ്റീവ് നെഗറ്റീവ് ആന്റിജന്റെ കേസിൽ വരുന്നതാണെന്നെങ്കിൽ ഓർത്തു വെച്ചേക്കും. ഇനി ബ്ലഡ് ക്ലോട്ടിംഗ്. അറ്റ് ദ സൈറ്റ് ഓഫ് ആൻ ഇഞ്ചുറി ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് disintegrate and release a phospholipid called the platelet factor 3. അതിന്റെ പേരാണ് പ്ലേറ്റ്ലെറ്റ് ത്രോംബോബ്ലാസ്റ്റിൻ എന്ന് പറയും. ഇഞ്ചുവേർഡ് ടിഷ്യൂസ് ആൾസോ റിലീസ് എ ലിപ്പോപ്രോട്ടീൻ ഫാക്ടർ called the thromboblastin. These two factors combine with calcium and certain proteins of the blood plasma to form an enzyme called the prothrombinase. The prothrombinase catalyzes the breakdown of prothrombin. Prothrombin is called the inactive plasma protein into an active protein called the thrombin and some small peptide fragments. അത് പിന്നെ ഫൈബ്രിൻ ത്രെഡ് ഫോം ചെയ്ത് ബ്ലഡ് ക്ലോട്ട്, ബ്ലീഡിങ് സ്റ്റോപ്പ്. ഇനി നമുക്കറിയാം ബ്ലഡ് വെസൽസ് ആരൊക്കെയാ? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്.
Arteries എന്താണ്? Elastic vessels that transport the blood or the oxygenated away from the heart towards the body tissues. എന്നാൽ pulmonary artery is the only artery which carries the blood, deoxygenated blood. Veins transport blood, deoxygenated blood to the heart. Pulmonary vein is exceptional, conveys oxygenated blood from lungs to the left atrium of the heart. Veins contain valves which prevent the backflow of blood. Arteries and veins are joined together by capillaries in the tissues. The walls of the arteries and vein consist of 3 layers: tunica intima, tunica media, tunica externa. 3 layers. പേര് അറിഞ്ഞു വെച്ചിരുന്നാണ്. ഇനി ഹാർട്ട്, മെമേലിയൻ ഹാർട്ട് എന്ന് പറയുന്നത് mammalian heart എന്ന് പറയുന്നത് 4 chambered ആണ്, which is enclosed in a covering called the pericardium. In between the 2 layers of pericardia, a pericardial cavity is present filled with pericardial fluid. Left heart has right left atria divided by an interatrial or interauricular septum, and the right and left ventricles are separated by interventricular septum. The right atrium receives 2 large veins. Superior vena cava മുകളിൽ നിന്നും inferior vena cava താടി. The left ventricle is thicker than right ventricle. അതാലോചിച്ചോ. The left ventricle is thicker than the right ventricle because it has to push blood to all parts of the body at a much greater pressure. The valve separating left atrium and the left ventricle is called the bicuspid valve or the mitral valve. The valve separating the right auricle from right ventricle is known as the tricuspid valve. Chordate tendineae are the special fibrous cords attached to the flaps of bicuspid and tricuspid valves and are joined to the other ends with the papillary muscles. Semilunar valves or the pulmonary valve or the aortic valve and are present where arteries leave the heart. Double circulation is the passage of blood twice in the heart through separate pathways. അടുത്തതാണ് ലങ്സിൽ pulmonary circulation, the flow of oxygenated blood from left ventricle to all parts of the body and the deoxygenated blood from various parts of the body to the right atrium is called systematic circulation. A man heart is myogenic, that is the contraction is initiated by specialized patch of modified heart muscles. The heart muscle ന്റെ പേര് എന്തുവാടെ? Sinoatrial node or the SA node. So SA node acts as the pacemaker of the heart എന്ന് നമ്മൾ പറയാം. പിന്നെ ഉണ്ട് സാധനങ്ങൾ, AV node ഉണ്ട്, atrioventricular bundle or the bundle of His ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് conducting system of heart വരുന്നതാണ് Purkinje fibers. The cardiac cycle, the duration of cardiac cycle എന്ന് പറയുന്നത് 0.8 second ആണ്. അതിന് കുറെ സ്റ്റേജസ് ഉണ്ട്. Atrial systole, ventricular systole, ventricular diastole. ഈ വെൻട്രിക്കുലർ സിസ്റ്റോളിന്റെ അകത്ത് വരുന്ന സൗണ്ട് ഈസ് കാൾഡ് ദ ലബ് സൗണ്ട്. വെൻട്രിക്കുലർ ഡയസ്റ്റോളിൽ വരുന്ന സൗണ്ടിന്റെ പേരാണ് ലബ് ഡബ് സൗണ്ട്. ഓക്കെ. The volume of blood pumped by each ventricle per minute is called cardiac output. Cardiac output multiplied by heart rate. Cardiac output is heart rate into stroke volume. That is heart rate 72 beats per minute into stroke volume 0.08 liter per beat, which will make out the cardiac output as 5.5 liters per minute. നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരാണ് സ്പിഗ്മോമാനോമീറ്റർ. നമുക്ക് സിസ്റ്റോളിക് പ്രഷറും ഉണ്ട്, ഡയസ്റ്റോളിക് പ്രഷറും ഉണ്ട്. BP is generally expressed as systolic bar diastolic, so it is 120 bar 80 mm Hg. Hg എന്ന് വെച്ചാൽ മെർക്കുറി. ഇനിയാണ് നമ്മുടെ ECG. ECG means the electrocardiogram is a graphic record of the electric current produced by the excitation of cardiac muscles. The instrument used to record the changes is the electrocardiogram. The normal electrocardiograph is composed of P wave, QRS wave and T wave. The P wave is small upward wave that indicates the depolarization of the atria. It is caused by the activation of SA node. QRS wave begins after a fraction of second of the P wave. It represents depolarization or the ventricular contraction.
The T wave is a dome-shaped wave which indicates the ventricular repolarization or the ventricular relaxation. Last ആയിട്ട് ഹാർട്ടിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, the disorders of the circulatory system. First is the angina pectoris. It is a sudden recurring thoracic pain radiating to arms, especially left arm, when the demand of blood by the heart exceeds the supply of the coronary arteries. It can occur by excessive exercise കൊണ്ട് ചിലപ്പോൾ angina pectoris. The myocardial infarction, it is the complication due to reduced blood supply to heart wall. It results in pain, perspiration, nausea, and ECG series. The atherosclerosis is the wall thickening and narrowing of lumen of medium and large sized arteries. Cholesterol ഒക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് വരുന്നത്. അടുത്തതാണ് arteriosclerosis. Is a sclerosis thickening walls of the smaller arteries and arterioles. Arteriosclerosis is common in elderly person. ഇത്രയുമാണ് നമ്മുടെ സർക്കുലേഷൻ ചാപ്റ്ററിലെ എസെൻഷ്യൽ NCERT ബേസ് ചെയ്തിട്ടുള്ള തിയറീസ്. ഈ NCERT-യിൽ നിങ്ങൾ വരുന്ന ഡയഗ്രാംസും കൂടെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഷുവർലി ഡു ദി MCQs. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ MCQs ആയിട്ട് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.